നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് കേട്ടോ ആറ്റുവേല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. നമ്മുടെ ഈ ആറ്റുവേല കാഴ്ചകൾ നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ ആറ്റുവേലയുടെ അന്ന് രാവിലെ ഞാൻ പോയിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. തളിയോലപ്പറമ്പ് വടയാർ ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലാണ് കേട്ടോ ഈ ആറ്റുവേലയുടെ അന്ന് രാവിലെ ഈ ചാട് ആറ്റുവേലക്കടവ് ഇവിടുന്ന് കുറച്ച് ദൂരെ മാറിയിട്ടുള്ള ആറ്റുവേല കടവിലോട്ട് പോകും കേട്ടോ. അവിടെ ചെന്ന് ഇങ്ങനെ ഓരോ ദേശത്തിൻ്റെയും ഓരോ തൂക്കച്ചാടുകളുണ്ടാവും. അതാണ് ഇതാ കാണുന്നത് കേട്ടോ. ഈ വള്ളത്തേൽ പലക വെച്ചിട്ട് അതിൽ ദീപാലങ്കാരങ്ങളൊക്കെ വെച്ച് രാത്രിയാകുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഓരോ ദേശത്തിനും ഉണ്ടാവും കേട്ടോ ഇതുപോലെ ഓരോ ചാടുകളെല്ലാം വൈകിട്ടാവുമ്പോഴേക്കും ആറ്റുവേല കടവിലെത്തി വെളുപ്പിന് 1 മണിയോടുകൂടി ആറ്റുവേലയോടൊപ്പം ഇളങ്കാവ് ക്ഷേത്രത്തിലോട്ട് പുറപ്പെടും കേട്ടോ. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നമുക്ക് വൈകിട്ടത്തെ കാഴ്ചകളിലേക്ക് പോവാട്ടോ. കണ്ടോ, ഇപ്പം നടന്നുകൊണ്ടിരിക്കണം കരയെ കിടന്നിട്ടുള്ള ഗരുഡൻ ബൈറ്റാണ് കേട്ടോ. രണ്ട് ഗരുഡന്മാരുണ്ടാവും. അത് കഴിഞ്ഞിട്ട് കരയിലത്തെ കഴിയുമ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോട്ടേ വന്നിട്ടായിരിക്കും. ഇത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാട്ടിലെ തൂക്കച്ചാടാണേ. അല്ലേ, അഭിമാന പുരസ്സരം അറിയുന്നു, അഭിമാന പുരസ്സരം പരിചയപ്പെടുത്തുന്നു ചുങ്കൻ തൂക്കച്ചാട്. ഈ തൂക്കച്ചാട് വള്ളത്തേലാണ് കേട്ടോ. ഇതുപോലെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ആറ്റുവേലക്ക് നമ്മുടെ ചുങ്കത്ത് കരയുന്നുണ്ടായിരുന്ന തൂക്കച്ചാട്. ഈ വർഷമാണ് നമ്മളത് ബോട്ടാക്കിയത്. ഇവരിപ്പോഴും മാറ്റിയിട്ടില്ല. 2 വള്ളം വെച്ചിട്ട് അതിൻ്റെ മേളിൽ പലക ഇട്ടിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കിയേക്കണേ. ഇത് കണ്ടോ, ആൾക്കാരൊക്കെ നിൽക്കണം കണ്ടോ. ഇവരെല്ലാം ദേ ഈ വള്ളത്തിൽ കണ്ടോ, വള്ളത്തേൽ പലക ഇട്ടിട്ട് കണ്ടോ. പിന്നെ ഈ വള്ളങ്ങളൊക്കെ കണ്ടോ, ഇതൊക്കെ ഓരോരുത്തർ പോകാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടേക്കണതാണ് കണ്ടോ. അപ്പം നമ്മളെ സ്വന്തം വള്ളത്തേലാണ് ഇപ്പം നമ്മളിത് ഇത് കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പുഴയുടെ നടുക്കാണ് നമ്മളുള്ളത്. നല്ലതല്ലേ ഇവരുടെ ചാട്. ഇത് പാറക്ക എന്ന് പറയുന്ന സ്ഥലത്തെ ചാടാണ്. ഇതുപോലെ എല്ലാ സ്ഥലത്തുനിന്നും ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ചാടുകൾ. പിന്നെ ഇതിലെല്ലാം ഗരുഡന്മാരും ഉണ്ടാവും കേട്ടോ. നമുക്ക് ചുങ്കത്തിൽ നിന്നുണ്ടായിരുന്ന ഇത്തവണ 4 ഗരുഡനായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ എല്ലാ ചാടിലും ഉണ്ടാവും ഒരുപാട് ഗരുഡന്മാരൊക്കെ. കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഇതിങ്ങനെ എല്ലാം കൂടിയിട്ട് വെള്ളത്തിൽ കൂടി പോകുമ്പോഴേ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇന്ത്യയിൽ തന്നെ വേറെ ഇതുപോലത്തെ ഒരു ആഘോഷമൊന്നും ഇല്ലെന്നാണ് കേട്ടോ തോന്നുന്നത്. നമ്മുടെ വള്ളത്തിലായിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അവിടെ കരയിൽ കിടന്നിട്ട് ഗരുഡൻ ഇപ്പോൾ ഗരുഡൻ ബൈറ്റ് നടത്തുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറേ പോകാൻ സമയമാകുമ്പോഴേക്കുമാണ് ഈ ചാടയിലോട്ട് വരത്തുള്ളൂ. അപ്പം നമ്മൾ ഇപ്പോൾ എന്തായാലും ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിനി ആറ്റുവേലക്കടവിലോട്ട് നമുക്ക് പോകണം. അപ്പം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിനി അങ്ങോട്ടേക്ക് പോവുകയാണേ. ഇപ്പം രാത്രി 11 മണി ആയിട്ടുണ്ട് കേട്ടോ. 11 മണി ആയപ്പോഴേക്കും നമ്മുടെ ഈ ചാട അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ നിന്ന് 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കറങ്ങി നമ്മുടെ കരിപ്പാടം ആ സ്ഥലത്തോട്ടൊന്ന് അടുപ്പിക്കും കേട്ടോ. അവിടെ അപ്പോൾ എല്ലാവരും അരിയും പൂവെല്ലാം എറിയാനായിട്ട് നിൽക്കണുണ്ടായിരിക്കും. അതൊരു വഴിപാടാണേ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ആറ്റുവേലക്കടവിലോട്ട് ചെല്ലും കേട്ടോ. പണ്ടൊക്കെ വള്ളത്തെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പോകുമായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഇത് പതുക്കെ അവിടെ എത്തുമ്പോഴേക്കും ഏതാണ്ട് 1 മണി ആകാറാവുമേ. അതിന് വേണ്ടിയിട്ട് ഇത്തവണ ബോട്ടായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലേറ്റായിട്ട് പോകുന്നത്. ഇപ്പോൾ 11 മണിയായി.
പത്തിരി എത്തണേ? പോയിക്കോട്ടിരുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും കുഞ്ഞനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞനും വിജേഷും എല്ലാവരുമായിട്ട് നമ്മൾ എൻ്റെ ചേച്ചിയുടെയൊക്കെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. അവരുടെ വീട് ആറ്റുവേലക്കടവിൻ്റെ അവിടെയാണ് കേട്ടോ. അവരുടെ വീടിൻ്റെ അവിടെ നിന്നാൽ ആറ്റുവേലയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അവരുടെ അതിൽ കൂടിയാണ് ആറ്റുവേല പോണത് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇതാ ആറ്റുവേല വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. എല്ലാ പ്രാവശ്യവും വെളുപ്പിന് 1 മണിക്കാണ് സാധാരണ അഴിച്ചു വിടാറുള്ളത്. അതെന്തോ നാളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ. അശ്വതി എന്തോ ആവണം അങ്ങനെ കണ്ടൊക്കെയാണ്, എനിക്ക് കറക്റ്റ് പറയാൻ അറിയത്തില്ല. ആ സമയം ആണ് അഴിച്ചുവിട്ടത്. അതുകൊണ്ട് ഇത്തവണ 3 മണിയായപ്പോഴാണ് കേട്ടോ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നത്. അതുവരെ നമ്മൾ എല്ലാവരും കൂടി അവിടെ നിൽക്കുവാണേ. ഇവിടുന്ന് നോക്കുമ്പോൾ ദാ കാണുന്നതാണ് കേട്ടോ ആറ്റുവേലക്കടവ്. ഒരുപാട് പേര് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളും അവിടെ നിന്ന് കസേരയെല്ലാം ആയിട്ടാണ് വന്നിട്ടുണ്ടേ. കസേരയും ചാക്കും പായും കൈ കിട്ടിയതെല്ലാം എടുത്തിട്ടാണ് എല്ലാവരും വന്ന് ഇവിടെ അങ്ങ് ഇരിപ്പായി കേട്ടോ. പിന്നെ സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങളങ്ങ് എൻജോയ് ചെയ്തേ. അപ്പം എന്താ 3 മണിയൊക്കെ ആയപ്പം അവിടെ ദീപം കൊളുത്തി കേട്ടോ. ആറ്റുവേലയാണ് ഇതാ കാണുന്നത്. അതിൻ്റെ മുകളിലൊരു ദീപം കൊളുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇത് അഴിച്ചു വിടുന്നത്. അപ്പം ഇതിൻ്റെ ചുറ്റുമായിട്ട് എല്ലാ നമ്മുടെ ചാടുകളില്ലേ എല്ലാ ദേശത്തിൻ്റെ എല്ലാം ആയിട്ട് ഇങ്ങനെ വരണത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതാ കണ്ടോളൂ. ആറ്റുവേല ഇവിടെ എത്തുമ്പോഴേക്കും നിലവിളക്കെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലെല്ലാം. പിന്നെ എല്ലാവരും അരിയും പൂവും എല്ലാം എറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ വന്ന് നിൽക്കണത്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ദേശത്തിൻ്റെ ആഘോഷമാണെന്ന്. നമ്മുടെ നാട്ടിൽ നിന്നേ കല്യാണം കഴിച്ച് പോയിട്ടുള്ള എല്ലാവരും ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെത്തും കേട്ടോ. അങ്ങനെ അടിപൊളി ഒരു വൈബ് തന്നെയാണ് കേട്ടോ നമ്മുടെ ആറ്റുവേല.